ചെയ്ത റീച്ച് ആവൂല, അല്ലെങ്കിൽ ഇവൻ വലിയ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണ് എനിക്ക് എന്തോ ഭാഗ്യത്തിന് യൂട്യൂബ് ഷോർട്സ് വീഡിയോ 1 മില്യൺ അടിച്ചു. ഈ തെറിവിളിയൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു കാര്യമില്ലാതെ. അതായത് വെറുതെ വിളിച്ചിട്ട് പോകും. എന്റെ എൻഗേജ്മെന്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത ദിവസം കുറെ പേര് അൺഫോളോ ചെയ്തു പോയി. പാർസലൊക്കെ കിട്ടിയോന്നും ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ ആരൊക്കെ അയക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അൺഫോർച്ചുനേറ്റ്ലി എന്റെ ജീവിതത്തിൽ അങ്ങനെ ഭാഗ്യമായിട്ട് സംഭവിച്ചൊന്നുമില്ല. ഇതെന്റെ ജീവിതമാണ് കേട്ടാ. ഇത് ഇപ്പോഴത്തെ അവസ്ഥ, സാലറി ഇട്ടിട്ട് ഇതാണ് അവസ്ഥ എന്നുള്ള രീതിയിൽ. ഹലോ സ്നേഹ, ഹായ്. ഹായ്, ഹൗ ആർ യു? എന്താ വിഷയം? നമ്മൾ സെയിം കളർ മാച്ചിങ്. അടിപൊളി. എന്തായിരുന്നു ഇന്നലെ വിളിച്ചപ്പോ? ഭയങ്കര തിരക്കിലായിരുന്നല്ലോ. അപ്പൊ ഷൂട്ടിലൊക്കെ ആണെന്ന് അറിയാം. സോ വാട്ട് ഈസ് യുവർ ന്യൂ പ്രൊജക്ട്സ്? എങ്ങനെയാണ് പോകുന്നത്? മെയിൻലി നമ്മുടെ പേജിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെ ഇതേപോലെ പുറത്ത് ബ്രാൻഡ്സ് നമ്മൾ കോണ്ടാക്ട് ചെയ്യും അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട്. അപ്പൊ ഇന്നലെ അതേപോലത്തെ ഒരു ബ്രാൻഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ കോഴിക്കോടായിരുന്നു പോയി ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇന്ന് രാവിലെ വെളുപ്പിന് 5:30 എത്തിയപ്പോ. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി എല്ലാരും പറയുന്ന ഒരു കാര്യം റിലേറ്റബിൾ കോണ്ടന്റ്സ് ആണെന്നാണ്. അപ്പൊ ഞാൻ മുന്നും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഈ കോണ്ടന്റ്സ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഇത് എങ്ങനെയാ വരുന്നത്? ഹൗ ആർ യു ഗെറ്റിംഗ് ദാറ്റ് തോട്ട്? നമുക്ക് ആക്ച്വലി റിയൽ ലൈഫില് കുറെ കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഇപ്പൊ എന്താ പറയാ, ഓക്കെ ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ അത് ചിലപ്പോ കുറെ ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം എന്നുള്ളൊരു തോട്ടിലാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്. എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്, വിനോദ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. പിന്നെ ആക്ച്വലി നമുക്കൊരു സ്ക്രിപ്റ്റിംഗ് ടീം ഉണ്ട് ഇപ്പോ. അപ്പൊ ആ പയ്യൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, അവന്റെ ജീവിതം സാധനങ്ങള്. അപ്പം അങ്ങനെ നമ്മള് കൂടുതലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് നമ്മള് ഈ 1.5 മിനിറ്റിൽ ആളുകളെ കാണിക്കുന്നത്. എത്ര ഇയേഴ്സ് ആയിട്ടുണ്ടാവും ഇതൊരു തുടങ്ങിയിട്ട്, സ്റ്റാർട്ട് ചെയ്തിട്ട്? 2020 3 Idiots മീഡിയയിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ ഈ ചാനൽ ഒരു 2 years ആയിട്ട് ഇപ്പോ കണ്ടിന്യൂസ് വീഡിയോ പോകുന്നുണ്ട്. ഫസ്റ്റ് ഒരു ഇത് 1 മില്യൺ അടിച്ചൊരു വീഡിയോ ഓർമ്മയുണ്ടോ? ഞാൻ 3 Idiots മീഡിയയിലുള്ളപ്പോഴായിരുന്നു ഞാൻ ആദ്യമായിട്ട് 1 മില്യൺ എന്താണെന്ന് അറിയുന്നത്. അപ്പം ആ ടൈമില് എനിക്ക് 1 മില്യൺ വീഡിയോസ് ഒന്നും ഇല്ല എന്നുള്ളൊരു പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈമില് ഇവനെ വെച്ച് ചെയ്ത റീച്ച് ആവൂല, അല്ലെങ്കിൽ ഇവൻ വലിയ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണ് എനിക്ക് എന്തോ ഭാഗ്യത്തിന് യൂട്യൂബ് ഷോർട്സ് വീഡിയോ 1 മില്യൺ അടിച്ചു. അതൊരു ഷോർട്ട് ഫിലിമിന്റെ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് ഇട്ടൊരു സാധനമാണ്. ഞാനൊരു നമ്പൂതിരിയായിട്ട് അഭിനയിച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് വൈറലായി പോയി. അപ്പൊ അങ്ങനെ അതായിരുന്നു എന്റെ ഫസ്റ്റ് 1 മില്യൺ. നമുക്ക് പോസിറ്റീവ്സും അതുപോലെ തന്നെ നെഗറ്റീവ്സും കിട്ടാറുണ്ട്. സോ എപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ ആരെങ്കിലും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ തന്നെ ഭയങ്കര ക്രിട്ടിക് ആയിട്ടുള്ള വല്ല ആൾക്കാരുണ്ടോ? അല്ല, നമ്മളൊരു ഇപ്പൊ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു മിനിമം ക്വാളിറ്റി ഉണ്ടോ എന്ന് നമ്മൾ തന്നെ വിചാരിക്കും, സെൽഫ് അനലൈസ് ചെയ്യും. എന്നിട്ട് അത് ഇല്ലാന്ന് തോന്നിക്കഴിയുന്ന വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല. അപ്പൊ കാരണം നെഗറ്റീവ് കമന്റ്സ് പൊതുവെ ഉണ്ടാകും. മേ ബി, എനിക്കറിയില്ല. ഞാനത് കൂടുതൽ മൈൻഡ് ചെയ്യാറില്ല. നമ്മളത് അതിന്റെ പുറകെ പോകുമ്പോഴാണ് ഈ പ്രശ്നം കാര്യങ്ങളൊക്കെ ഈ തെറിവിളിയൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു കാര്യമില്ലാതെ. അതായത് വെറുതെ വിളിച്ചിട്ട് പോകും. അപ്പൊ ഞാൻ ചിലപ്പോൾ തിരിച്ചു വിളിക്കും. ഇപ്പൊ നമ്മുടെ കണ്ടന്റ് കൊള്ളൂല, അല്ലെങ്കിൽ അഭിനയിച്ച കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വാലിഡ് കാര്യമുണ്ട്. ഇത് ഒന്ന് തെറി വിളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയറി ചോദിച്ച പോലെയാണ്. അപ്പൊ തിരിച്ചു വിളിക്കും. അപ്പൊ പിന്നെ ഒരു തെറിവിളിയുടെ സാധ്യത ആയിരിക്കും. അപ്പൊ അവര് കമന്റ് ഡിലീറ്റ് ചെയ്യും. ഫസ്റ്റ് കമന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാം പോയിക്കോളും. അപ്പൊ ഇപ്പോ ഒരു എന്താ പറയാ, കല്യാണത്തിന് ശേഷം ഒരുപാട് പെൺകുട്ടികൾക്ക് വിഷമായിട്ടുണ്ടായിരിക്കും അറിയാം, പ്രോബബ്ലി. ഓക്കെ, ഇപ്പൊ ഇഫ് യുവർ വൈഫ് ഇസ് സീയിങ് ദിസ്, ഹൈ ഫ്രം മൈ സൈഡ് ഓൾസോ. ആക്ച്വലി എന്താ പറയാ, ഒരുപാട് ഫാൻസ് ഉണ്ടായിരിക്കും നാസിഫിന്, മീൻ ഫീമെയിൽ ഫാൻസ് ഉണ്ടായിരിക്കും. സോ അങ്ങനെ എന്തെങ്കിലും, ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസ് പറയുന്നത് കേട്ടിട്ടുണ്ട്, അയ്യോ ഒരുപാട് DMs വന്നു, എന്താ പറയാ വിഷമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ വാട്ട് ഡു യു ഹാവ് ടു സേ അബൌട്ട് ഇറ്റ്? അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. കുറെ പേരൊക്കെ അൺഫോളോ ചെയ്തു പോയി. എന്റെ എൻഗേജ്മെന്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത ദിവസം കുറെ പേര് അൺഫോളോ ചെയ്തു പോയി. അറിയില്ലേ, കുറെ വന്നായിരുന്നു ആ ദിവസം.
അത് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചാല് നമുക്ക് നമ്മൾ ഒരാളെ ഫോളോ ചെയ്യുന്നത് ഐദർ രണ്ട് മൂന്ന് രീതിയിൽ ഓരോരുത്തർ ഫോളോ ചെയ്യും. ഒന്ന് അവരുടെ സ്കില്ല് കണ്ടിട്ട്, ഒന്ന് അവരുടെ ലുക്ക് കണ്ടിട്ട്, ഒന്ന് നമ്മള് ലൈക്ക് കോഴിത്തരം ആ ഒരു രീതിയില് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് അപ്പൊ ഞാൻ കൂടുതലും നമ്മുടെ സ്കില്ല് കണ്ട് ഫോളോ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിപ്പോ ഒരാളായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഏതാണെങ്കിലും ഇപ്പൊ നമുക്ക് നമ്മുടെ സ്കില്ലിനെ കുറിച്ച് ഒരാള് DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മിക്കതും റിപ്ലൈ കൊടുക്കാറുണ്ട്. ഒരുപാട് മെസ്സേജസ് ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്, ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്, ഒന്ന് പാർസലൊക്കെ കിട്ടിയോന്നും ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ ആരൊക്കെ അയക്കുന്നുണ്ടെന്ന് മനസ്സിലായി. വരുന്നുണ്ട്, കിട്ടുന്നുണ്ട്, എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ച ആ ഒരു ലെവലിലേക്ക് എത്തിയോ അതോ ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, എന്താണ് തോന്നുന്നത്? നമ്മളിപ്പോഴും എവിടെ എത്തിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പണ്ട് ഞാൻ ഓഡിഷന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ആർക്കും അറിയില്ല, മീൻസ് ഡയറക്ടേഴ്സോ പാനലിലുള്ള ആർക്കോ അറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഓഡിഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നീ മറ്റേ ഇൻസ്റ്റയിലേക്ക് വീഡിയോ ചെയ്യണ ആളെ, ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു റെക്കഗ്നൈസേഷൻ, ആ ഒരു ഇതുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്ന് ഗ്രോ ആകാനായിട്ടില്ല. നാസിഫ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ഇത് വരണം അല്ലെ? അതെ, നമ്മള് അതായത് സിനിമ ആക്ച്വലി അതൊരു ഭാഗ്യമാണ്. നമുക്ക് സ്കില്ലിനേക്കാളും ഉപരി ഒരു ഭാഗ്യം വേണം നമുക്ക് ഇത് വേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി എന്റെ ജീവിതത്തിൽ അങ്ങനെ ഭാഗ്യമായിട്ട് സംഭവിച്ചൊന്നുമില്ല. സംഭവിച്ചേക്കണൊക്കെ പണിയെടുത്ത് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടെടുത്ത് നമ്മള് എത്തിപ്പെട്ട സ്ഥലങ്ങളേ ഉള്ളൂ. ഭാഗ്യമായിട്ട് നമ്മൾ എത്തിപ്പെട്ട സ്ഥലങ്ങളൊന്നുമില്ല. അപ്പൊ എന്റെ ഒരു ജീവിതം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എഫേർട്ട് എടുത്ത് എത്തലല്ലാണ്ട് ഭാഗ്യം എന്നുള്ള ഫാക്ടർ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും ഇങ്ങനത്തെ ഒരു റീല് വന്ന അല്ലെങ്കിൽ റിലേറ്റബിൾ ആയിട്ടുള്ള കോണ്ടന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഷെയർ ചെയ്യുന്നു ഫ്രണ്ട്സിന്റെ അടുത്ത്, ഇപ്പൊ 99+ മെസ്സേജസ് ഒക്കെ ആയിരിക്കും ഓരോരുത്തർക്ക് വരുന്നുണ്ടാവാം. അതിൽ നാസിഫിന്റെ കോണ്ടന്റ് എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത് കാരണം എന്താ വെച്ചാൽ അത്രയും റിലേറ്റബിൾ ആയിട്ടുള്ള കോണ്ടന്റ്സ് ചെയ്യുന്നത് കൊണ്ടല്ലേ. ഏറ്റവും എൻജോയ് ചെയ്ത് എല്ലാം എൻജോയ് ചെയ്തിട്ട് ചെയ്യണമെന്ന് അറിയാം, പക്ഷെ ഏറ്റവും എൻജോയ് ചെയ്ത് സ്വന്തം ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കോണ്ടന്റ്, ഭയങ്കര പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന ഒരു കോണ്ടന്റ് എന്തായിരിക്കും? എനിക്ക് പെട്ടെന്ന് ആലോചിച്ചപ്പോ മറ്റേ നമ്മളൊരു വീഡിയോ ചെയ്തില്ലേ ലിപ്സ്റ്റിക്കിന്റെ, ശേഷം എനിക്ക് എത്ര പേരുദോഷം വന്നു. പേരുദോഷത്തിന്റെ കളിയായിരുന്നു. എല്ലാരും എന്റെ വൈഫിന്റെ ഫ്രണ്ട് ആക്ച്വലി ചെയ്തൊരു സംഗതിയായിരുന്നു അത്. അപ്പൊ ഞാനിത് ചിരി തുടങ്ങി. ഇതെന്ത്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാള് സ്ട്രോലൊക്കെ ഇത് കുടിക്കണം. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ചെയ്യാനൊരു പെണ്ണ് വേണമല്ലോ. അപ്പത്തേ കിടക്കണ സ്നേഹ ഇങ്ങനെ വിളിക്കുന്നു, സ്നേഹയുടെ വിളി വന്നു. എന്നാ ശരി, കൂടുതൽ കിട്ടിയിട്ടുള്ളൊരു ഇതായിരിക്കും. ഇപ്പം റീസെന്റ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സാലറി കിട്ടുന്നു, അത് അയച്ചു കൊടുക്കുന്നു, അടുത്ത മാസം സാലറി കിട്ടുന്നു, സേവിങ്സ് ഒന്നുമില്ല, അതിന്റെ അടുത്ത മാസം വിനുവിന്റെ കൂടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളതല്ലേ, കണ്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു മോർ ദാൻ 2 lakh ഷെയർ എന്തോ കുറച്ച് സമയമായിട്ടുള്ളൂ ഇട്ടിട്ട്. അതിനുള്ളിൽ അത്ര. അപ്പൊ ഞാൻ ഇപ്പൊ കുറെ മെസ്സേജുകൾ വരുന്നത്, ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ചേട്ടാ ഇതെന്റെ ജീവിതമാണ് ചേട്ടാ, ഇത് ഇപ്പോഴത്തെ അവസ്ഥ, സാലറി ഇട്ടിട്ട് ഇതാണ് അവസ്ഥ എന്നുള്ള രീതിയിൽ. അത് കുറെ ഷെയർ, നമുക്ക് സ്റ്റോറി മെൻഷൻസ് അറിയാൻ പറ്റും. അപ്പൊ എനിക്ക് ഈ റൈറ്റ് നൗ ഏറ്റവും ആളുകൾക്ക് റിലേറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്ത ഒരു വീഡിയോ അതായിരുന്നു. കൂടുതൽ പുതുമയുള്ള വീഡിയോകൾക്കായി റേഡിയോ സിറ്റി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.